അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിന്ന് ഞാൻ അവസാനം ഒരു റാപ്പ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഒരു റാപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും കണ്ടപ്പോൾ കൊതിയായി, അപ്പോൾ ഞാൻ വാങ്ങിച്ചു. ഇനി നടന്നുകൊണ്ട് ചിന്തിക്കാമെന്ന് കരുതി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കൊറിയൻ റാപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വീഡിയോ എടുക്കുന്നത് വളരെ റിസ്ക്കാണ് കേട്ടോ. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, കള്ളന്മാരുണ്ട്, സൂക്ഷിക്കണം. ലണ്ടൻ്റെ നടുവിലാണ് കേട്ടോ ഈ അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, സത്യാവസ്ഥ. അങ്ങനെ ഞാൻ കരുതി എന്നാൽ പിന്നെ ഷൂ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ലണ്ടനിലെ തന്നെ ക്രിസ്മസിന് ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ പ്രൈമാർക്കാണ് എനിക്ക് അടുത്തുണ്ടായിരുന്നത്. പ്രൈമാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ സ്റ്റുഡിയോ ഒക്കെ ഇല്ലേ, നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം കിട്ടും. ഇപ്പോൾ ഞാനുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ്, കമ്മൽ, ക്ലിപ്പ്, വള, മാല, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ ടോയ്സ് ഒന്നും പറയണ്ട, ചെറിയ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർന്നു. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ എത്ര സാധനങ്ങളാണ് ഉള്ളതെന്ന്. എനിക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നി. അപ്പോൾ പിന്നെ കുഞ്ഞു കുട്ടികളുടെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന മിക്കി മൗസ്, ഷ്രഗ്, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനുമായിട്ട് ഇവർ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാക്കിയിട്ട് അതേ കളറിലൊക്കെ ആക്കി വെച്ചിരിക്കുക. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഇതുവരെ എവിടെയും ശ്രദ്ധിച്ചിട്ടില്ല. കാണാനാണെങ്കിൽ രാവിലെ കയറി വൈകുന്നേരമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഡ്രസ്സും എല്ലാം വെറൈറ്റി ആയിരുന്നു. ആ വയലറ്റ് കളർ സോപ്പാണ് കേട്ടോ. പിന്നെ കീ ചെയിൻ, കമ്മൽ, മാല. നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ മിക്കവരും ഇവിടെ വന്നിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്യുക സാധനങ്ങളൊക്കെ. പിന്നെ എനിക്ക് എൻ്റെ ഷൂ കിട്ടി. അങ്ങനെ ഞാനിനി ബില്ല് ചെയ്യാൻ പോകണം. ബില്ല് ചെയ്യാൻ ഒരു അരമണിക്കൂർ അമ്മാതിരി തിരക്കായിരുന്നു അവിടെ. പുറത്തിറങ്ങിയപ്പോൾ സൺസെറ്റ് ആവാറായി, ഏകദേശം 4:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇനി വീട്ടിലോട്ടാണ്. പക്ഷേ വീട്ടിൽ പോണതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നെക്സ്റ്റ് ഡേയിൽ കണക്കിയാൽ